ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. മൈ നെയിം ഈസ് അനസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മെറ്ററ്റാർസൽ ഫ്രാക്ചറിനെ കുറിച്ചാണ്. നമ്മുടെ പ്രേക്ഷകരിൽ പലരും വീഡിയോസിന് താഴെ കമൻ്റായി ചോദിച്ചിരുന്നു മെറ്ററ്റാർസൽ ഫ്രാക്ചറിനെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ മെറ്ററ്റാർസൽ ഫ്രാക്ചേഴ്സ് ഒരു വീഡിയോയ്ക്കുള്ള വിഷയമായി എടുത്തത്. മെറ്ററ്റാർസൽ ബോൺ എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദത്തിലെ വിരലുകളും അതുപോലെ മിഡ് ഫൂട്ടിലുള്ള ടാർസൽ ബോണും ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോണാണ് മെറ്ററ്റാർസൽ ബോൺ. അപ്പോൾ ഈ മെറ്ററ്റാർസൽ ബോൺ പല സന്ദർഭത്തിലും ഫ്രാക്ചർ ആവാം. ഒന്ന്, നമ്മൾ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ, അതായത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കാൽപാദത്തിന് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ സ്പോർട്സ്, ഇപ്പോൾ ഫുട്ബോള്, ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ, അതുമല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു രീതിയിൽ അപകടം ഉണ്ടാകുന്ന സമയത്ത് കാൽപാദത്തിനേക്കുന്ന ക്ഷതം മൂലം ഉണ്ടാകുന്ന ഒരു ഫ്രാക്ചറാണ് ഈ മെറ്ററ്റാർസൽ ഫ്രാക്ചർ. അപ്പോൾ ഇതിൽ ഈ മെറ്ററ്റാർസൽ ഫ്രാക്ചറിൽ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബോണിൻ്റെ ഈ മെറ്ററ്റാർസൽ ബോണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ഫ്രാക്ചർ ഇതുപോലെ സംഭവിക്കും. ഇത് ഇപ്പോൾ ഈ മെറ്ററ്റാർസൽ ബോണിൻ്റെ ഹെഡിലുള്ള ഒരു ഫിഫ്ത്ത് മെറ്ററ്റാർസൽ ബോണിൻ്റെ ഹെഡ് ഭാഗത്തുള്ള ഒരു ഫ്രാക്ചറാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള ഫ്രാക്ചറുകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കുണ്ട്, അതുപോലെ എത്ര കാലം കൊണ്ട് ഇത് ഹീലാവുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെറ്ററ്റാർസൽ ഫ്രാക്ചർ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലിൻ്റെ ഫുട്ടിൽ നിങ്ങൾക്ക് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുട്ടിൽ ഫ്രാക്ചറുള്ള ആരെങ്കിലും നമ്മൾ പരിചയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ദയവായി വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ തന്നെ ഈ വീഡിയോ ഒരു മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സർജിക്കൽ അഡ്വൈസ് അല്ല. ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നിർമ്മിച്ച വീഡിയോ ആണ്. അതുപോലെ ഇതിൽ ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ള രീതിയിൽ മാത്രം ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇതൊരു സർജിക്കൽ അഡ്വൈസായി എടുക്കരുത് എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് മെറ്ററ്റാർസൽ ഫ്രാക്ചർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പടത്തിൽ കാണുന്ന എക്സ്റേയിൽ നമുക്ക് ഈ കാലിൻ്റെ മെറ്ററ്റാർസൽ ബോണുകൾ, ഇത് 3ഉം 4ഉം മെറ്ററ്റാർസൽ ബോണുകൾ ഫ്രാക്ചർ ആയിരിക്കുകയാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാം. 3rd and 4th മെറ്ററ്റാർസൽ ബോൺസ് ഫ്രാക്ചർ ആയിരിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഈ മെറ്ററ്റാർസൽ ബോൺ, അതായത് നമ്മുടെ ഫസ്റ്റ് മെറ്ററ്റാർസൽ ബോൺ ഫ്രാക്ചറായിട്ട് ഉള്ളത് കാണാം. അതുപോലെ ഇവിടെ മെറ്ററ്റാർസൽ ഹെഡ്, ഈ ഭാഗത്ത് മെറ്ററ്റാർസൽ ഹെഡിൻ്റെ ഭാഗത്താണ് ഈ ഒരു ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രാക്ചറുകൾ സംഭവിച്ചാൽ സാധാരണയായിട്ട് എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഉള്ള ട്രീറ്റ്മെൻറ്റ്, ഒന്നാമത് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാസ്റ്റാണ്. കാസ്റ്റ് ഉപയോഗിച്ച് ഇതിനെ റിസ്ട്രെയിൻ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 6 to 8 വീക്സ് കാസ്റ്റ് ഇട്ടതിന് ശേഷം അതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരം കാസ്റ്റ് ഉപയോഗിച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന വളരെ മിനിമൽ ആയിട്ടുള്ള ഫ്രാക്ചറിൽ മാത്രമാണ്. അതായത് ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ, അതല്ലെങ്കിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സ് ഇല്ലാത്ത, കോംപ്ലക്സ് ഫ്രാക്ചറുകളല്ലാത്ത സിമ്പിൾ ഫ്രാക്ചറുകളെയാണ് നമ്മൾ ഈ കാസ്റ്റിലൂടെ അത് റെസ്റ്റ് ചെയ്തിട്ട് ഭേദമാവുന്ന രീതിയിൽ സർജൻ സാധാരണ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാത്ത ഫ്രാക്ചറുകളെല്ലാം നമ്മൾ പ്രധാനമായിട്ടും സർജറിയിലൂടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സർജറിയിലെ ഒരു പ്രധാന ഓപ്ഷനാണ് പ്ലേറ്റ് ആൻഡ് സ്ക്രൂസ് ഉപയോഗിച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്ലേറ്റിൽ ഈ മെറ്ററ്റാർസൽ ബോണിൻ്റെ ഏത് ഭാഗത്താണോ ഫ്രാക്ചർ ആയത് അതനുസരിച്ച് അനുസരിച്ച് ഉള്ള ഷേപ്പിലുള്ള പ്ലേറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലൊരു പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണോ മെറ്ററ്റാർസൽ ബോണിൽ ഏത് ഭാഗത്താണോ ഫ്രാക്ചർ അതനുസരിച്ച് അതിനനുയോജ്യമായ പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രാക്ചർ സാധാരണ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോണിൽ നോക്കിയാൽ അറിയാം, ഇത് ഒരു ടി ഷേപ്പിലുള്ള പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അതിന് സ്ക്രൂ ഉപയോഗിച്ച് ആണ് ഈ ഫ്രാക്ചർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലേറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രൊസീജിയറിൽ സർജൻ ചെയ്യുന്നത് ഈ രണ്ട് ഒബ്വിയസ്ലി ഫ്രാക്ചർ ആയ കഴിഞ്ഞാൽ, ഒരു ബോൺ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ അത് ഒന്നിലധികം ബോണാവും. അപ്പോൾ അതിന് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ രണ്ടിലധികമോ ഫ്രാഗ്മെൻറ്റ്സ് സാധാരണ ഉണ്ടാവും. അപ്പോൾ ആ ഫ്രാഗ്മെൻറ്റ്സിനെ ഇതുപോലെ ഒരു ക്ലാമ്പ് ഉപയോഗിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആണ് ഇതാണ് ഒരു ക്ലാമ്പ് ആണ്, ഇതും ഒരു ബോൺ ക്ലാമ്പാണ്. ആ ബോൺ ക്ലാമ്പ് ഉപയോഗിച്ച് ഇതിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആണ് പ്ലേറ്റും ഉപയോഗിച്ചിട്ട് അതിനെ യോജിപ്പിച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിന് സർജിക്കൽ റിഡക്ഷൻ എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പനികൾ, ഇപ്പോൾ സ്മിത്ത് ആൻഡ് നെഫ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രൈക്കർ ആണെങ്കിലും അതുപോലെയുള്ള വിവിധ കമ്പനികൾ വിവിധ തരത്തിലുള്ള വിവിധ ഉപയോഗത്തിലുള്ള പ്ലേറ്റുകൾ ഈ ഫുട്ട് ഫ്രാക്ചർ, മെറ്ററ്റാർസൽ ഫ്രാക്ചർ ഫിക്സ് ചെയ്യുന്നതിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർജൻ്റെ ചോയ്സ് അനുസരിച്ച്, ഫ്രാക്ചറിൻ്റെ രീതിയും അനുസരിച്ച് സർജൻ അത്തരത്തിലുള്ള പ്ലേറ്റുകൾ ചൂസ് ചെയ്തതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇത്തരം ഫ്രാക്ചറുകളിൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലേറ്റ് ആൻഡ് സ്ക്രൂസ് അല്ലാതെ സ്ക്രൂസ് ഉപയോഗിച്ചും ഇത്തരം ഫ്രാക്ചറുകൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. സ്ക്രൂസ് മാത്രം ഉപയോഗിച്ചും അത്തരത്തിലുള്ളൊരു ട്രീറ്റ് ചെയ്തൊരു ഫ്രാക്ചറാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇതിൽ 5th മെറ്ററ്റാർസൽ ബോണിൽ ഉള്ള ഫ്രാക്ചർ സർജൻ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഈ പടത്തിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ മെറ്ററ്റാർസൽ ബോണിൻ്റെ ഹെഡ് ഭാഗത്ത് നിന്നും ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് ഈ സ്ക്രൂ ഇൻസേർട്ട് ചെയ്ത് ഈ രണ്ട് ബോണുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു സ്ക്രൂ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്ക്രൂ മാത്രം ഉപയോഗിച്ചിട്ടും ഈ മെറ്ററ്റാർസൽ ഫ്രാക്ചറുകൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു ഫ്രാക്ചറാണ്, ട്രീറ്റ് ചെയ്തിരിക്കുന്ന എക്സ്റേ ആണ്. അപ്പോൾ ഇതിലും ഇതുപോലെ സ്ക്രൂ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഹെഡ് ഭാഗത്ത് നിന്ന് ഒരു ഗൈഡ് ഉപയോഗിച്ച് ആ ഗൈഡിൻ്റെ ഉള്ളിൽ കൂടി ഡ്രിൽ ഉപയോഗിച്ച് ഹോളുകൾ ഉണ്ടാക്കി ആ ഹോളിൽ കൂടി ഇത്തരത്തിൽ സ്ക്രൂ ഇൻസേർട്ട് ചെയ്ത് അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഫിക്സ് ചെയ്യുന്ന രീതിയാണ് ഈ സ്ക്രൂ ഉപയോഗിച്ചുള്ള ഈ ഫിക്സേഷനിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കെ വയറുകൾ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത്. കെ വയർ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല കൂർത്ത വയറുകളെയാണ് കെ വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെ വയർ ഉപയോഗിച്ചും സാധാരണ ഇത്തരം ഫ്രാക്ചറുകൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മിനിമലായിട്ട് ഉള്ള സർജറിയാണത്. പെർക്യൂട്ടേനിയസ് ആയിട്ട് ഇൻസിഷൻ ഇടാതെ തന്നെ പുറത്ത് നിന്ന് കെ വയറുകൾ ഇൻസേർട്ട് ചെയ്ത് ഒരു പ്രത്യേക ആംഗിളിൽ ഫ്രാക്ചറിനെ അത് പിടിച്ച് നിർത്തുന്ന രീതിയിൽ, അത് ബന്ധിപ്പിക്കുന്ന രീതിയിൽ കെ വയറുകൾ ഇൻസേർട്ട് ചെയ്ത് അത്തരത്തിലും ഇത്തരം സർജറികളിൽ ഉപയോഗിക്കാറുണ്ട്, അത്തരം മെത്തേഡും. അപ്പോൾ അത്തരം രീതിയിൽ ഫിക്സ് ചെയ്ത ഒരു ഫ്രാക്ചറാണ് ഈ എക്സ്റേയിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ മെറ്ററ്റാർസൽ ഏരിയയിലും മെറ്ററ്റാർസൽ ബോണുകൾക്ക് 4th and 5th മെറ്ററ്റാർസൽ ഫ്രാക്ചറുകളാണിത്. അതിൽ കെ വയർ ഉപയോഗിച്ച് കൊണ്ട് ഈ ഫ്രാക്ചറിനെ കൂട്ടി യോജിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കേസിലാണെങ്കിൽ ടാർസൽ ബോണുകളിലും, അതായത് മിഡ് ഫൂട്ട് ലും അതുപോലെ ആങ്കിളിലും ഫ്രാക്ചറുകളുണ്ട്. അപ്പോൾ ആ ഫ്രാക്ചറുകളെല്ലാം ഇവിടെ വയറുകൾ ഉപയോഗിച്ച്, കെ വയറുകൾ ഉപയോഗിച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു എക്സ്റേയിൽ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത് മറ്റൊരു എക്സ്റേ ആണ്. ഇതുപോലെ കെ വയറുകൾ ഹൊറിസോണ്ടലായിട്ട് 2 ബോണുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ അത് ഇമ്മൊബിലൈസ് ചെയ്തുകൊണ്ട് ഇത്തരം കെ വയറുകൾ ഉപയോഗിച്ചും ഈ മെറ്ററ്റാർസൽ ഫ്രാക്ചറുകളെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇത്തരത്തിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാരണമായിട്ട് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഷൂ ഉപയോഗിച്ച് വേദന അനുവദിക്കുന്നതനുസരിച്ച് പതിയെ വെയിറ്റ് ബെയർ ചെയ്യാനായിട്ട് സർജൻ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അത് സാധാരണമായിട്ട് മിക്ക മെറ്ററ്റാർസൽ ഫ്രാക്ചറുകളിലും ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് നമ്മൾ വെയിറ്റ് ബെയർ ചെയ്ത് പതിയെ സ്ലോലി പ്രോഗ്രസ് ചെയ്ത് ഒരു 6 വീക്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫുള്ള് വെയിറ്റ് ബെയർ ചെയ്യാവുന്ന രീതിയിലേക്ക് സാധാരണ മെറ്ററ്റാർസൽ ഫ്രാക്ചറുകളിൽ എത്തിച്ചേരാറുണ്ട്. അതിൽ എന്തെങ്കിലും എക്സെപ്ഷണൽ കേസുകളാണെങ്കിൽ, അതായത് നമുക്ക് വെയിറ്റ് ബെയർ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് തന്നെ സർജൻ അത് പറയുകയും അതനുസരിച്ച് സർജൻ പറയുന്ന അനുസരിച്ച് ഉള്ള വെയിറ്റ് ബെയറിംഗ് സ്റ്റാറ്റസിൽ നമ്മൾ ഈ ഫ്രാക്ചറിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഹീലിംഗ് ടൈമാണ്. ഈ മെറ്ററ്റാർസൽ ഫ്രാക്ചറുകൾ സാധാരണമായിട്ട് ഹീൽ ചെയ്യുന്നത് 6 to 8 വീക്സ് സമയമെടുത്തിട്ടാണ്. അപ്പോൾ 6 ആഴ്ച ശരിക്കും നമ്മൾ ഈ നല്ല വിഗറസ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ ബോണിന് ഹീൽ ചെയ്യാനുള്ള സമയം അനുവദിക്കുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമാണ്. ആ സമയത്താണ് ഈ 6 ആഴ്ചയിലാണ് ജനറലായിട്ട് ഈ ഫ്രാക്ചർ ഹീൽ ചെയ്ത് പഴയ രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ചില കേസുകളിൽ കുറച്ചുകൂടി സമയമെടുക്കും. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്രാക്ചറാണ് കമ്മ്യൂണിറ്റഡ് അല്ലെങ്കിൽ മൾട്ടി ഫ്രാഗ്മെൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഫ്രാക്ചറുകളാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുത്തെന്ന് വരാം. ഒരു 8 മാസം അല്ലെങ്കിൽ 10 മാസമൊക്കെ എടുത്തെന്ന് വരാം. പക്ഷേ ജനറലി ഈ ഒരു മെറ്ററ്റാർസൽ ഫ്രാക്ചർ 6 to 8 വീക്സ് കൊണ്ട് ആവുന്നതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മെറ്ററ്റാർസൽ ഫ്രാക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതുപോലെ അതിൻ്റെ ഹീലിംഗ് ടൈം എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഈ കാലിൻ്റെ ഫുട്ടിൽ ഉള്ള ഫ്രാക്ചർ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഫ്രാക്ചർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോയിലെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച സാറ്റർഡേ ഐറിഷ് ടൈം 6 AM അല്ലെങ്കിൽ ഇന്ത്യൻ ടൈം 11:30 AM വീണ്ടും കാണാം. Thanks for watching.